ഹായ് ഫ്രണ്ട്സ്, ശ്രീലകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ കുക്കിംഗ് വീഡിയോ ഉണങ്ങിയ ചീനിയും കൊണ്ടുള്ള ഒരു പുഴുക്കാണ് കേട്ടോ. കപ്പ, മരച്ചീനി, കിഴങ്ങ് അങ്ങനെ പല രീതി ഇത് പറയും കേട്ടോ. ഇവിടെ ചീനി എന്നാണ് പറയുന്നത് ഇവിടൊക്കെ. അതുപോലെ ഇന്നത്തെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയണേ. ചീനി പുഴുക്കുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചീനി എടുത്ത് വെക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഉണക്കിയൊക്കെ വെച്ചിരുന്നാൽ എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഏകദേശം 2 കൊല്ലം ആയിട്ടുണ്ട് ഇത് ഉണക്കി വെച്ചിട്ട്. ഇത് വെള്ളത്തിലിട്ട് വാട്ടിയാണ് ഉണക്കി വെച്ചിരുന്നത് കേട്ടോ. അങ്ങനെ ഇതിപ്പോൾ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കണം. അങ്ങനെ കഴുകി വൃത്തിയാക്കിയെടുത്ത ചീനി ഒരു പാത്രത്തിലാക്കി ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് വേവാനായിട്ട് വെക്കുന്നുണ്ട്. ഉപ്പിടുന്നത് ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രമേ ഉപ്പിടാവൂ കേട്ടോ. ഉപ്പ് ഇതിലേക്ക് ഇടുന്ന എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകിച്ച് പറയുന്നത്. പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം. ഇത് നന്നായി വെന്ത് കഴിയുമ്പോൾ നമുക്കിത് ഊറ്റിയെടുക്കേണ്ടതാണ്. ചീനി ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ചീനി ഇതിൽ നിന്നും ഊറ്റിയെടുക്കണം. മുളക് പൊടിയും ജീരകം, ഉള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടെ ചതച്ച് വെച്ച തേങ്ങയാണിത്. ചീനി ഊറ്റി കഴിയുമ്പോൾ അതിലേക്ക് ഈ തേങ്ങ ഇട്ട് നന്നായി ഇളക്കി വാങ്ങണം. ചീനി നമ്മളിവിടെ ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഈ ചീനിയിലേക്ക് ഇട്ട് നന്നായി ഇളക്കണം. ഉണങ്ങിയ ചീനി ആയതുകൊണ്ട് ഒന്ന് നന്നായിട്ട് കുത്തി യോജിപ്പിച്ച് വേണം ഇളക്കാൻ കേട്ടോ. ഞാനിവിടെ തേങ്ങയിൽ കറിവേപ്പില ചേർത്താണ് ചതച്ചത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ പ്രത്യേകിച്ച് വേറെ കറിവേപ്പില ചേർക്കുന്നില്ല. വെളിച്ചെണ്ണ ഇഷ്ടമുള്ളവർക്ക് അതും ചേർത്ത് ഇളക്കാം കേട്ടോ. നമ്മുടെ സ്വാദിഷ്ടമായ ചീനി പുഴുക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ?